യോഗി സർ, ചില കുറ്റങ്ങൾ ആരോപിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചില ചോദ്യങ്ങളും ചോദിക്കാനുണ്ട്. കുടുംബ രാഷ്ട്രീയം നടത്തുന്നവർ റേഷൻ മോഷ്ടിക്കുന്നു എന്ന് താങ്കൾ പറയുന്നു. ആരാണത് മോഷ്ടിച്ചത്? ആരുടെ റേഷനാണ് എടുത്തത്? ഞാനിപ്പോ ഗോരഖ്പൂരിലെ ഒരു സാധാരണ പൗരനായിട്ട് ഉത്തരം പറയാം. ഗോരഖ്പൂരിലെ ജനങ്ങളോട് എനിക്ക് കടപ്പാടും കടമയും ഉണ്ടായിരുന്നു. ഡിസംബർ 2016 ജനുവരി 17 യു പിയിൽ പല സ്ഥലത്തും വിശപ്പ് കൊണ്ട് പലരും മരിച്ചുപോയി. ഞാനവിടെ പോയി, കുഷിനഗറിൽ പോയിരുന്നു ഞാൻ. അതുപോലെ സോൻപത്രയിലും മരിച്ചു പോയിരുന്നു ആളുകൾ. നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോവും. അതായത് 2004 തൊട്ട് 2007 വരെയും കുഷിനഗറിലോട്ട് ഞാൻ പോയതായിരുന്നു. 2017 വിശപ്പ് കാരണം മരിച്ച ആ സംഭവം കൊണ്ട് ഞാൻ അവിടെ പോയതാണ്. ഞാൻ അവിടെ രാഷ്ട്രീയ കാര്യമായിട്ടല്ല പോയത്, ആ വാർത്ത കേട്ട് വിഷമിച്ച് പോയതാ ഞാൻ. എങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ മരിച്ചു പോയെന്നറിയാൻ. ഒരു സന്യാസിയായി, ഒരു യോഗിയായി, മനുഷ്യത്വമുള്ളൊരു മനുഷ്യനായി ഞാൻ അവിടെ പോയി നിന്ന് അവരെ സഹായിക്കാനായിട്ടാണ് പോയത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന്. ഞാൻ കുഷിനഗറിലോട്ട് പോയപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി. ആ വീടുകൾക്കൊക്കെ 2004 മുതൽ 2007 വരെ ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിരുന്നു. ഞാനവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, അറിയാവുന്നും പറഞ്ഞു. എല്ലാവർക്കും റേഷൻ കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അതെ, അപ്പം ഞാൻ നിങ്ങൾക്ക് റേഷൻ കിട്ടുന്നില്ലെന്നാ ചോദിച്ചേ. ഞാൻ എപ്പോഴാണ് ചോദിച്ചതെന്ന് വെച്ചാൽ ജനുവരി 17 ചോദിച്ചേ. എല്ലാ റേഷൻ കാർഡും അവരുടെയൊക്കെ അവർ ജപ്തിയാക്കി വെച്ചു. പിന്നീട് മുസർ സമൂഹത്തിലുള്ളവർ ഒരുപാട് പേര് ഇവിടെ തന്നെ ഉണ്ട്. അവരെല്ലാവരുടെയും അവസ്ഥ വളരെ മോശമായിരുന്നു. ആ ഒരു അവസ്ഥ തന്നെയാ സോൻഭദ്രയിലും ഉണ്ടായിരുന്നത്. ഞാൻ ഒരു ദിവസം ഇലക്ഷൻ നടന്നുകൊണ്ടിരുന്ന സമയം ഫെബ്രുവരിയാണ്. ഡൽഹിയിൽ നിന്ന് ലക്നൌവിലോട്ട് വരുമായിരുന്നു ക്യാമ്പയിന് വേണ്ടി. അന്നൊരു വലിയ ഫംഗ്ഷനായിരുന്നു അത്, ഇലക്ഷൻ്റെ. അപ്പോൾ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് ഇരുന്നായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ന്യൂസ് പേപ്പർ നോക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് അദ്ദേഹം ഫുഡ് ഇൻസ്പെക്ടറുടെ ഓഫീസറാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എനിക്ക്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു. പിന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, യു പിയിൽ ഒരുപാട് ആളുകൾ വിശപ്പ് കാരണം മരിക്കുന്നുണ്ട്, നിങ്ങളതൊന്ന് പോയി നോക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അദ്ദേഹം പറഞ്ഞു അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരിട്ട്, ഇക്കാര്യം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. അതായത് ആ ജനങ്ങൾക്ക് റേഷൻ കാർഡില്ല, ഞങ്ങൾ റേഷൻ മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പെന്നും പറഞ്ഞിട്ടു. ഞാനിവിടെ CM ആയിട്ട് പദവി എടുത്തതിന് ശേഷം സൈൻ ചെയ്ത് കൊടുത്ത ആദ്യത്തെ ഉത്തരവ് തന്നെ ഇതാണ്: ഈ ദേശത്തുള്ള എല്ലാ റേഷൻ കാർഡുകളും നന്നായിട്ട് ചെക്ക് ചെയ്യണം. ഇവിടെ ചുറ്റിനുള്ള റേഷൻ കടകളും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ നോക്കാൻ പറഞ്ഞു. 40 ലക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പാവപ്പെട്ടവരുടെ റേഷൻ കാർഡോ മറ്റൊരുത്തൻ്റെ കയ്യിൽ. എവിടെയൊക്കെ കൂടുതലുണ്ടായിരുന്ന അവിടെ തന്നെ ഉടനെ സ്ട്രിക്റ്റ് ആക്ഷൻ എടുത്തു. അതുകൊണ്ട് ഈ ദേശം മുഴുവൻ ഒരു ക്യാമ്പയിൻ വെച്ചിട്ട് 1,25,00,000 മേലെയുള്ള റേഷൻ കാർഡുകൾ പുതിയതായിട്ട് ഞാൻ മേടിച്ചു കൊടുത്തത്. അതായത് ഏതൊരു വലിയ പ്രശ്നമാണെങ്കിൽ പോലും അസുഖത്തിൽ മരിക്കുന്നതിനേക്കാൾ ആളുകൾ വിശപ്പിൽ മരിക്കുന്നതാണ് കൂടുതൽ. എന്നെക്കൊണ്ടത് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കൊറോണ കാലഘട്ടത്തും 2017 യു പിയിൽ വിശപ്പ് കാരണം ആരും മരിച്ചിട്ടില്ല. ഇതിനു ശേഷവും നടക്കാൻ ഞാൻ വിടത്തില്ല. അത്രത്തോളം ഉത്തർപ്രദേശ് മുന്നേറിയിട്ടുണ്ട്. എൻ്റെ നോട്ടമൊക്കെ പാവപ്പെട്ട ജനങ്ങളുടെ മേത്താണ്. സമാജ്വാദി പാർട്ടി ഇരുന്ന സമയത്ത് ഭരണത്തിൽ ആ പാവപ്പെട്ടവരുടെ ഭക്ഷണം അവർ തന്നെ കഴിച്ചു. കുഷിനഗറിൽ പോയപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആശ്ചര്യപ്പെട്ടു പോവും. മരിച്ചുപോയ ആ കുടുംബം ഒരു ചെറിയ കുടിസിലായിരുന്നു ഇരുന്നത്. ഒടിഞ്ഞുപോയ ഒരു റൂഫായിരുന്നു അത്. ഭയങ്കര ഡാമേജ് ആയിരുന്നു. ഞാൻ പോയി ചോദിച്ചതാ അവിടെ. ഞാൻ ചോദിച്ചത് അതായത് എങ്ങനെ ഇത് സംഭവിച്ചെന്നുള്ളത്. ഞാൻ ഇതിനു മുമ്പ് റേഷൻ കാർഡ് മേടിച്ച് തന്നതാണല്ലോ, പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചെന്നാണ് ഞാൻ ചോദിച്ചത് അവരോട്. അന്ന് ഞാൻ വലിയൊരു പോരാട്ടം നടത്തിയായിരുന്നു ആ റേഷൻ കാർഡൊക്കെ അവർക്ക് വേണ്ടി മേടിച്ചു കൊടുത്തത്. അപ്പോൾ അതെ സാർ റേഷൻ കാർഡ് കിട്ടി, പക്ഷെ അവർ തിരിച്ചെടുത്തു എന്ന് ചൊറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ആരാ അത്. ആ വീടിൻ്റെ അടുത്ത് സമാജ്വാദി പാർട്ടിയുടെ മെമ്പറുടെ വീടുണ്ട്, അവരത് എടുത്തോണ്ട് പോയെന്ന്. അവരെങ്ങനെ എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത്. അവന്മാരെന്താ അത്ര വലിയ ആളാണെന്നാണോ ഞാൻ ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ് സമാജ്വാദി പാർട്ടിയുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്, എന്ത് വേണമെങ്കിൽ ചെയ്യൂ അത്രേ. ഇങ്ങനെ ഭക്ഷണത്തിനെ പോലും സ്കാം അടിച്ചേക്കുവാ. സത്യം പറയണമെങ്കിൽ അതായത് 2005 പോലും ബലിയ ഗോണ്ട പോലെയുള്ള
12 ഭാഗത്താണ് ഇത് സംഭവിച്ചത്. 1000 കോടിക്ക് മേലെയാണ് ഭക്ഷണ സാധനങ്ങൾ ഇവർ അഴിമതി കാണിച്ച് നടത്തിയിരിക്കുന്നത്. അപ്പോഴും വിശപ്പ് കാരണം എല്ലാവരും മരിച്ചോണ്ടിരുന്നു. അന്നും 12 തൊട്ട് 17 പേരോളം മരിച്ചോണ്ടിരുന്നു. ഇപ്പോഴും എന്നെക്കൊണ്ട് പറയാൻ പറ്റും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിൽ നിന്നും അത് തന്നെ ഏറ്റവും നല്ലത്. ഞാൻ ഗർവത്തോടെ പറയും ഉത്തർപ്രദേശിന് ഇത് ഇവിടെയുള്ള ഓരോ പാവപ്പെട്ടവനും റേഷൻ കിട്ടുന്നുണ്ടെന്ന്. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ടീമിനെ അയച്ചിരുന്നു. അവരാണ് ഏറ്റവും നല്ല സൂപ്പർ ടീമെന്നും അവർ പ്രൂവ് ചെയ്തു. അതില് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം ജനങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ പറയുന്നത് മാസത്തിൽ 2 പ്രാവശ്യം റേഷൻ ബയോമെട്രിക് മുഖേന ലഭിക്കുന്നു. അതുമാത്രമല്ല, ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യാൻ ഒരു നമ്പറുണ്ട്, ഉടൻ തന്നെ ആക്ഷൻ എടുക്കുന്നു എന്നും പറയുന്നു. അതുകൊണ്ടാണ് ടോൾ ഫ്രീ നമ്പർ ഉള്ളത്. ഞങ്ങള് റേഷൻ കടകളില് ഈ പോസിന്റെ മെഷീൻ മാത്രമല്ല വെച്ചത്. ആ ഇ പോസ് മെഷീനിൽ വീഡിയോ വോയിസ് മെഷീനായിട്ട് ഞങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ അവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ, ഞാനുള്ള ലക്നൗ സ്ഥലത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ അലേർട്ട് വരും. പിന്നെ ഉടനടി വിചാരണയുണ്ടാവും എന്തുകൊണ്ടാണ് മെഷീൻ എടുത്തതെന്നുള്ള. എന്താ പ്രശ്നമെന്ന് ചോദിക്കും. ടീം തന്നെ നേരിട്ട് വന്ന് നോക്കിയിരിക്കും. അത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അവർ നോക്കും. സഹായം ആവശ്യം വരുന്ന ഓരോരുത്തരും ഞാൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് റേഷൻ കാർഡ് ഇല്ലേ പോലും അവർക്ക് റേഷൻ കൊടുക്കണം. ഫോർമാലിറ്റീസൊക്കെ നമുക്ക് പിന്നീട് നോക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അതും കൂടെ പറ്റിയില്ലെങ്കിൽ അവർ എൻ്റെ അടുത്തേക്ക് അയക്കേ, ഞാൻ എൻ്റെ ചെലവിൽ നോക്കാം അവരെ. പക്ഷെ ആരും വിശപ്പ് കാരണം മരിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും മരിച്ചാൽ അതിന് ബന്ധപ്പെട്ടവരായിട്ട് തീർച്ചയായിട്ടും ഞാൻ സ്ട്രിക്റ്റ് റൂൾസ് ഫോളോ ചെയ്യും. അതുകൊണ്ട് ഈ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തവരൊക്കെ ഇതിനു മുമ്പ് പാവപ്പെട്ടവരൊക്കെ റേഷനായിരുന്നു കഴിച്ചിരുന്നത്. ഇന്നെല്ലാവർക്കും കിട്ടുന്നുണ്ട്. കൊറോണ കാലഘട്ടത്തിൽ ഒരുപാട് വിശപ്പുമായിട്ടുള്ള മരണങ്ങൾ ഏർപ്പെട്ടിരിക്കണമല്ലോ. അങ്ങനെ നടന്നില്ല. അങ്ങനെ നടക്കാൻ ഞാൻ വിട്ടിട്ടുമില്ല. യോഗി സാർ, പക്ഷേ ഓക്സിജന്റെ കുറവുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ബെഡിന്റെ കുറവുകൾ ഉണ്ടായിരുന്നു. 2 മാസമാണ് ജനങ്ങൾ കഷ്ടപ്പെട്ടത്. അതായത് നിങ്ങൾ UP നോക്കുവാണെങ്കിൽ ഒരുപാട് ജനങ്ങളുള്ള ഒരു ഭാഗമാണത്. 10 തൊട്ട് 12 ദിവസം വരെ ഓക്സിജന്റെ കുറവ് എന്തായാലും ഉണ്ടായിരുന്നു അവിടെ. അത് ഞാൻ ഒരിക്കലും ഇല്ലെന്ന് പറയത്തില്ല. അതൊരു വലിയ പാനിക്കായിട്ട് തന്നെ അവർ മാറ്റി. അത് പാനിക്കായിട്ട് മാറ്റാണ്ടിരുന്നിരുന്നാൽ ഓക്സിജൻ സപ്ലൈ ഞങ്ങൾ നല്ല രീതിക്ക് തന്നെ ചെയ്തു വന്നോണ്ടിരുന്നേനെ. ഈ കാര്യത്തിൽ ജനങ്ങൾ വല്ലാതെ അങ്ങോട്ട് പേടിച്ചു പോയി. ഓരോരുത്തരും മേടിച്ച് വീട്ടിൽ സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയത്. ഓക്സിജന്റെ ആവശ്യമില്ലാത്തവർ പോലും വീട്ടിൽ മേടിച്ചത് സ്റ്റോർ ചെയ്ത് വെച്ച്. ഞങ്ങൾ പ്രധാനമന്ത്രി മോദിജിക്ക് നന്ദി പറഞ്ഞേ പറ്റൂ. ഇവിടെ എയർഫോഴ്സ് വിമാനങ്ങൾ ഉപയോഗിച്ച് ഓക്സിജൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്ന് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ പരിപാടിയും ചെയ്തു. സ്പെഷ്യൽ ഓക്സിജൻ ട്രെയിൻ പോലും ഏർപ്പാട് ചെയ്തു. UP പല നാടുകൾക്കും ഓക്സിജൻ കിട്ടാനായിട്ടുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു കൊടുത്തു. ഇന്ന് ഉത്തർപ്രദേശം ഓക്സിജൻ ബാക്കപ്പ് കൂടുതലുള്ളതിൽ ഞങ്ങൾ ഒരുപാട് സന്തുഷ്ടരാണ്. താങ്കൾ പറയുന്നത് പോലെ ഇനി ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഒരുപക്ഷെ ഉണ്ടായാൽ ഞങ്ങളുടെ അടുത്ത് കഴിഞ്ഞ കുറച്ച് വർഷത്തെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇനിയും 1 വർഷം തീർന്നിട്ടില്ലല്ലോ. ഏപ്രിലിൽ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിരുന്നു. ഞങ്ങൾ UPയിൽ 551 ഓക്സിജൻ പ്ലാന്റാണ് നിയമിച്ചിരിക്കുന്നത്. ഈ നാട്ടിൽ വെച്ചും അധികം ഓക്സിജനുള്ള ഒരു സ്ഥലം UP ആണ്. അതിൽ PM കെയർ ഫണ്ട് മൂലം കിട്ടി, CSRലും കിട്ടി. പിന്നെ ഈ സ്ഥലത്തുനിന്ന് കുറച്ച് ഫണ്ട് ഒതുക്കിയിട്ട് ഓക്സിജൻ പ്ലാന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് എന്നെ കൊണ്ട് പറയാൻ പറ്റും UPയിലുള്ള ഓരോ സ്ഥലങ്ങളും ഓക്സിജന്റെ കാര്യത്തിൽ ഫുൾഫിൽഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അങ്ങനെ ഒരു ക്രൈസിസ് ഏർപ്പെടത്തില്ല ഇവിടെ. യോഗി സാർ, താങ്കൾ കൊറോണ മാനേജ്മെന്റിനെ കുറിച്ച് സംസാരിച്ചു, റേഷനെ കുറിച്ച് സംസാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിക്കുമ്പോൾ ഫ്രീ ഗ്യാസിനെ കുറിച്ചും താങ്കൾ സംസാരിച്ചു. പിന്നെ ഇപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചത് എന്താണെന്ന് വെച്ചാൽ UP ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ ധാരാളം പേരിലേക്ക് ചെല്ലുന്നു. പ്രഥമർ മോദിജി നാടിന്റെ അജണ്ട മുഴുവനും മാറ്റിയിട്ടുണ്ടല്ലോ. ഇന്നും ചിലർ ജാതി എന്നുള്ളൊരു കണക്കിൽ അവരിങ്ങനെ കുരുങ്ങി കിടക്കുവാണല്ലോ. ഇവരത്രയും പേര്, മറ്റവരത്രയും പേര്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പറഞ്ഞാൽ BJPക്ക് ഒരുപാട് നഷ്ടമാണെന്ന് മറ്റുള്ള രാഷ്ട്രീയക്കാർ കണക്കിട്ടുകൊണ്ടിരിക്കുവാണ്. പക്ഷെ അതൊക്കെ പഴയ കാലമാണ്. ഇപ്പോ 2014 മോദി അദ്ദേഹം നാടിന്റെ മുഴുവൻ രാഷ്ട്രീയ ബാഹുവും മാറ്റിയിട്ടുണ്ട്. ഇതിനു മുമ്പും ജാതി, മൊഴി, മതം ഓരോ പകുതിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ വളർച്ച, പാവപ്പെട്ടവർക്കായിട്ടുള്ള പദ്ധതി, സുരക്ഷ, ഇതുപോലത്തെ കാര്യങ്ങളാണ് സംസാരിക്കപ്പെടുന്നത്. ഇതൊരു ഉദാഹരണമാണ്. കർഷകരായിക്കോട്ടെ, പാവപ്പെട്ടവരായിക്കോട്ടെ, യുവാക്കളായിക്കോട്ടെ, പെണ്ണുങ്ങളായിക്കോട്ടെ, തൊഴിലാളി ആയിക്കോട്ടെ, ഇല്ല ഈ സൊസൈറ്റിയിൽ എന്തായി വേണമെങ്കിലും ആയിക്കോട്ടെ,
അവർ ചെയ്യുന്ന ഓരോ പരിപാടിയിലും ഒരു മുന്നേറ്റം വേണമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇത് നടത്തിക്കൊണ്ടുപോണേ. എനിക്കറിഞ്ഞ് ഇതൊരു യാതൊരു വിധത്തിൽ ആരെയും ഡിസ്റ്റർബ് ചെയ്യാണ്ട് അതിന്റെ ഫ്ലോയിൽ അങ്ങ് പോകുന്നതാണ് തോന്നുന്നത്. കൃഷിക്കാരുടെ പ്രധാനപ്പെട്ട ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ പശുക്കൾ വയലിലേക്ക് പോകുന്നു, കൃഷിയെല്ലാം നശിപ്പിക്കുന്നു, രാത്രി മുഴുവനും കാവലിരിക്കേണ്ടി വരുന്നു. ഇത് സമാജ്വാദി പാർട്ടിയിലുള്ളവരും പറയുന്ന പരാതിയാണ്. അതായത് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഗോമാതാവിന് വെട്ടാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അതുപോലെ കർഷകരുടെ കൃഷിയൊന്നും നശിക്കാനും സമ്മതിക്കില്ല ഞങ്ങൾ. അതായത് ഗോമാതാക്കളെ 2017 മുമ്പ് സ്ലോട്ടർ ഹൗസിലോട്ട് കൊണ്ടുപോകും. വേണോന്ന് വെച്ചായിരിക്കും എടുത്തോണ്ട് പോകുന്നത്. കിഡ്നാപ്പും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്നെ കൊണ്ട് യു പിയിൽ പറയാൻ പറ്റും ഒരു കിഡ്നാപ്പും അങ്ങനെ നടന്നിട്ടില്ല. ഗവൺമെന്റിന് ഓപ്പോസിറ്റ് ഒരു സ്ലോട്ടർ ഹൗസും ഇല്ല ഇവിടെ. പക്ഷേ ഇതിനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ടാവണം. അതായത് ഞങ്ങളുടെ അടുത്ത് 9 ലക്ഷോളം വീട്ടിൽ വളർത്തുന്ന പശുവാണുള്ളത്. ഇപ്പോൾ ഗവൺമെന്റ് നടത്തുന്ന ഗോശാലകളെല്ലാം നന്നായിട്ട് നോക്കുന്നു. അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ 1 ലക്ഷം പശുക്കളൊക്കെ കർഷകരുടെ കുടുംബത്തിലുണ്ട്. ആ ഓരോ പശുവിനും മാസം 900 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഗോമാതാവിനെ ശുശ്രൂഷിക്കുന്നത് ഒരു പുണ്യമാണ്. പ്രകൃതി കർഷകവുമായിട്ട് പ്രധാനമന്ത്രി ഇത് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭാവിയിൽ നിങ്ങൾക്ക് ഗ്യാസോ ഇല്ലെങ്കിൽ കത്തുന്ന സാധനങ്ങളുടെ പ്രശ്നത്തിലോ ഇത് ഞങ്ങൾ മുഴുവൻ ഉപയോഗിക്കാൻ പോവുകയാണ്. ഞങ്ങൾ സേവാക്ത യോജന 1 ലക്ഷം പശുക്കൾക്ക് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ പശുവിനും മാസം 900 വെച്ചാണ് കൊടുക്കുന്നത്. ഓരോ പശുവിനും. ഒരു കർഷകന്റെ അടുത്ത് 4 പശു ഉണ്ടെങ്കിൽ ആ കർഷകന് മാസം 3600 രൂപ വെച്ച് കിട്ടും ഞങ്ങളുടെ കയ്യിൽ നിന്ന്. ഞങ്ങൾ മറ്റൊരു പുതിയ പദ്ധതിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. സുരക്ഷാ ബോർഡറുകളിലുള്ള പ്രസവിച്ച പശുക്കൾക്ക് വേണ്ടി ഞങ്ങൾ ന്യൂട്രീഷനായിട്ടുള്ള ഫുഡാണ് കൊടുക്കുന്നത്. അവർക്ക് ഞങ്ങൾ പശുവും കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം അതിന് 900 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടിയുള്ള വെരിഫിക്കേഷൻ തീർച്ചയായിട്ടും സംഭവിക്കും. പശുവിനെ നന്നായിട്ട് നോക്കുന്നുണ്ടോ, അതിനെ നല്ല രീതിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ, ഞങ്ങൾ എപ്പോഴും എല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇതുകൊണ്ട് ഒരു വലിയ മാറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ പ്ലാനിങ്ങിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? കാരണം അതായത് പ്ലാനിങ്ങിൽ ഒരു തെറ്റുമില്ല. എന്താ സംഭവിച്ച വെച്ചാ, അതായത് സർക്കാർ മുഴുവനായിട്ട് ഈ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ചിലര് ഗവൺമെന്റ് ഇത് എന്തായാലും നോക്കുവാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ അതിനെ വളർത്താണ്ട് അതിനെങ്ങനെ പുറത്ത് തുറന്നു വിട്ടേക്കുവാണ്. അതേ സമയത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. വളരെ തെളിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിനു മുന്നേ വീട്ടിൽ വളർത്തിയവർ ചിലരെയൊക്കെ നോക്കുവാണെങ്കിൽ BJPക്ക് എന്തെങ്കിലും പ്രശ്നം വരുത്തണമെന്ന് തന്നെ അവരുടെ പ്ലാനിട്ട് അവരുടെ പശുക്കളൊക്കെ ചന്തയിലോ അല്ലെങ്കിൽ തെരുവുകളിലോട്ടോ ഇങ്ങനെ തുറന്നു വിട്ടേക്കുവാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ ഒരു പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട്. പശുക്കളൊക്കെ നന്നായിട്ട് കെയർടേക്ക് ചെയ്യാൻ പോവാണ് ഞങ്ങൾ. നാളെ ഞങ്ങളുടെ പശുവാണെന്നൊന്ന് പറയാണ്ടിരിക്കാൻ. പിന്നീട് അതുങ്ങളെ ഗോശാലയിൽ കൊണ്ടുപോയിട്ട് നല്ല രീതിക്ക് ഞങ്ങൾ നോക്കും. എനർജി ആയിട്ട് വെക്കാൻ പോവാണ്, പ്രകൃതിപരമായിട്ട് അതിനെ നോക്കാൻ പോവാണ്. ഭാവിയിലോട്ടൊരു നല്ല കാര്യങ്ങൾ തന്നെ നടക്കും എന്തായാലും. അതായത് ഉത്തർപ്രദേശം പ്രകൃതിപരമായും പരമാത്മപരമായും ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. UPയിൽ എന്താ ഇല്ലാത്തേ? എല്ലാം ഉണ്ട്. അതായത് ഉത്തർപ്രദേശത്തില് ഞങ്ങള് ഗോമാതാവിനെ സുരക്ഷിക്കും, നമ്മുടെ കർഷകരെ സുരക്ഷിക്കും, കൃഷികാര്യങ്ങളും നമ്മൾ സുരക്ഷിക്കും, പ്രകൃതിയും നമ്മൾ സുരക്ഷിച്ചിരിക്കും. പ്രധാനമന്ത്രി മോദി അദ്ദേഹം കൊണ്ടുവന്ന ഈ പ്രകൃതിപരമായ കൃഷിക്കും പിന്നീട് യൂണിയൻ ബഡ്ജറ്റിലും ഇത് പ്രധാനമായിട്ട് സംസാരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഒരു പശു മുതൽ ഒരു വർഷത്തിൽ 30 ഏക്കറായ സ്ഥലത്തിന് ആവശ്യമുള്ള ഫെർട്ടിലൈസർ കിട്ടിയിരിക്കും. പുറത്തുനിന്ന് ഫെർട്ടിലൈസർ മേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം പശുവിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ആ ഒരു വഴിയിലാണ് ഞങ്ങൾ ഈ പ്രകൃതി കർഷകൻ നടത്തിക്കൊണ്ടുപോകുന്നത്. അത് സക്സസ് ആവുന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് എന്തായാലും ഉണ്ട്. താങ്കൾ റേഷൻ നൽകുകയാണെങ്കിൽ അഖിലേഷ് യാദവ് പറയുന്നത് അവർ റേഷനോടൊപ്പം നെയ്യും കടുകെണ്ണയും കൊടുക്കുമെന്നാണ്. റേഷൻ തന്നെ വിഴുങ്ങുന്നവരാണോ നെയ്യ് തരാൻ പോകുന്നത്? പശുവിനെ എടുത്തോണ്ട് പോയി അറക്കാൻ കൊടുത്തിട്ട ആൾക്കാര് നെയ്യ് എവിടുന്ന് എടുത്തോണ്ടെന്ന് തരും? നെയ്യ് എന്താണെന്ന് അവർക്കറിയാവുന്ന അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം. കൊറോണ സമയത്ത് പോലും റീഫൈൻഡ് ഓയിൽ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളായിരുന്നു. ഞങ്ങളുടെ റേഷൻ തന്നെ അവർ തിന്നും. ഞങ്ങൾ റേഷൻ 2 പ്രാവശ്യമാണ് കൊടുക്കുന്നത്. ഞാൻ പ്രധാനമന്ത്രിക്ക് ഒരു വലിയ നന്ദി പറയുന്നു. കഴിഞ്ഞ 22 മാസങ്ങളായി UPയിൽ 15 കോടി ജനങ്ങൾക്കും നാട് നീളെ 80 കോടി ജനങ്ങൾക്കും ഫ്രീ റേഷൻ കൊടുക്കാൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ UP സർക്കാരും ഒരുമിച്ചാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങൾക്ക് മാസം 2 പ്രാവശ്യമാണ് കിട്ടുന്നത്. ഞങ്ങളതിൽ പരിപ്പ്, ഉപ്പ്, റീഫൈൻഡ് ഓയിലും കൊടുക്കുന്നുണ്ട്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയെ കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ നോക്കുവാണെങ്കിൽ
സമാജ്വാദി പാർട്ടി എങ്ങനെയാ ചെയ്യാൻ പോകുന്നത്? ആദ്യം അവർക്കിടയിൽ തന്നെ പ്രശ്നം സ്റ്റാർട്ടാവും. അളിയന്മാർക്കും മച്ചാന്മാർക്കും അവിടെ തന്നെ ആദ്യം പ്രശ്നമാ, വാക്കുവാദവും. ഓരോരുത്തർക്കും ഇടയെ വഴക്ക് വന്നുകൊണ്ടിരിക്കും. ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ആ സമാജ്വാദി പാർട്ടിയിൽ അതവരുടെ ബ്ലഡിൽ ഒട്ടും തന്നെ ഇല്ല. മറ്റൊരു കാര്യവും അവർ പറയുന്നുണ്ട്, അതായത് ലാപ്ടോപ്പ് കൊടുക്കാമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം അവർ കൊടുത്തിരുന്നു. എത്ര യുവാക്കൾക്കാ കിട്ടിയത്? 15 ലക്ഷം യുവാക്കളുടെ പേരാ വന്നേ. അതിലും ചിലർക്ക് മാത്രം വന്നത്, മറ്റുള്ളതെല്ലാം മായമായി മറഞ്ഞും പോയി. അല്ല, ആ സമയത്ത് ഞാൻ മുലായം സിംഗിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നു. ഈ ലാപ്ടോപ്പ് നൽകുന്നത് നിർത്തുക, അതിൽ എല്ലാവരും മോദിയെയും യോഗിയെയാണ് കാണുന്നതെന്ന്. കറക്റ്റായിട്ടല്ലേ പറഞ്ഞത്? ജനങ്ങൾ കാണാൻ ആഗ്രഹമുള്ളതല്ലേ കാണത്തുള്ളൂ. കാണാനുള്ള രീതിക്ക് ഒന്നുമില്ലെങ്കിൽ പിന്നെ അവർ പോയി എന്താ കാണാൻ പോകുന്നത്? അതായത് രജത് സാർ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇപ്പോ ഒരു കുറ്റവാളി പോലും അവന്റെ മോൻ കുറ്റവാളി ആവണമെന്ന് വിചാരിക്കത്തില്ല. ഒസാമ ബിൻ ലാഡൻ പോലും അദ്ദേഹത്തിന്റെ മകൻ തീവ്രവാദി ആവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അതുപോലെ തന്നെയാ ഏതൊരച്ഛനും അവരുടെ മകൻ രാവിലെ എണീറ്റ ഉടനെ ലാപ്ടോപ്പില് ഇവരുടെ ഫോട്ടോ കാണണമെന്ന് വിചാരിക്കത്തില്ല. അങ്ങനെ അബദ്ധവശാൽ കണ്ടാൽ ആ നാളല്ല, ആ വർഷം തന്നെ നശിച്ചു പോയേക്കും. അതുകൊണ്ട് മുലായം സിംഗ് ജി ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള നേതാവാണ്. അതുകൊണ്ടാ കരിങ്കല്ലിൽ പോയി നല്ല ബുദ്ധിയുള്ള രീതിക്ക് സംസാരിച്ച്. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നോക്കിയേ, ഞാൻ വന്നു, നിങ്ങൾ ആരെയാണോ വിജയിപ്പിക്കാൻ വിചാരിച്ചത് വിജയിപ്പിക്കുക. അപ്പൊ സമാജ്വാദി പാർട്ടിയിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ആരാ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ പേര് പറയാൻ പറഞ്ഞു. അതിന് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ആരാ നിൽക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയോന്ന് പറഞ്ഞു. അതായത് ഒരു പാർട്ടിയുടെ ദേശീയ നേതാവ് തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന ആളിന്റെ അച്ഛനായിരിക്കുന്ന ആള്. പണ്ടത്തെ രാഷ്ട്രീയ നേതാവായിരുന്ന് ഇപ്പോഴത്തെ ദേശീയ നേതാവിന്റെ അച്ഛനായിട്ട് പോലും മറന്നെന്നാണ് തോന്നുന്നത്. അച്ഛന് മകന്റെ പേര് അറിയില്ലെന്ന് വെച്ചാ ഇത് ഞാൻ എന്തെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണ്ടേ? ഇതിനപ്പുറം എനിക്ക് പറയാനൊന്നുമില്ല. സമാജ്വാദി പാർട്ടിയുടെ വീഴ്ച ആരംഭിച്ചെന്ന് എനിക്ക് തോന്നുന്നേ. നോക്കൂ, അതായത് നിങ്ങൾക്ക് ശ്രീലങ്കയിൽ നടന്ന സംഭവം ഓർമ്മ വരുന്നില്ലേ? ലങ്കിനിയുടെ കഥ ഓർമ്മ വരുന്നില്ലേ? ലങ്കിനി ഇങ്ങനെ തന്നെയാ വിചാരിച്ചത്. അവള് ഹനുമാനെ വളരെ നിസ്സാരമായി കരുതിയിരുന്നു. ഒരു ചെറിയ കുരങ്ങല്ലേ, വിരട്ടിയാ പൊക്കോളൂന്ന് വിചാരിച്ചു. പക്ഷേ ബജ്രംഗ് ബലി വിശ്വരൂപവും കാണിച്ചപ്പോൾ ലങ്കിനിയിലെത്തി ഒരു നല്ല ഉത്തരം കൊടുത്ത സമയത്ത് ലങ്കിനിക്കത് മനസ്സിലായി. അതായത് ഇപ്പോ എൻ്റെ ആയുസ്സും തീരാൻ പോവാ, ലങ്കയുടെ കഥയും തീരാൻ പോവാന്ന്. അതുപോലെ സമാജ്വാദി പാർട്ടിയും തീരാൻ പോവാ. ആ പാർട്ടിയുടെ ദേശീയ നേതാവിന്, അതായത് പണ്ടത്തെ ദേശീയ നേതാവിന് ഇപ്പോഴത്തെ ദേശീയ നേതാവിന്റെ പേരറിയത്തില്ല അത്രേ. സ്വന്തം അച്ഛന് മകന്റെ പേരറിയത്തില്ലെന്ന്. ഇതിൽ തന്നെ മനസ്സിലാക്കൂ, ത്രേതായ യുഗത്തിൽ നടന്ന ആ ഒരു കാര്യം ഇപ്പം വീണ്ടും സംഭവിക്കാൻ പോവാ. യോഗി സാർ, വളരെ വളരെ നന്ദിയുണ്ട്. താങ്കളുടെ ഈ ബിസി ഷെഡ്യൂളിലും ഞങ്ങൾക്ക് വേണ്ടി സമയം ഒതുക്കിയതിന് വളരെ വളരെ നന്ദിയുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. ജനങ്ങൾക്ക് നന്ദിയുണ്ട്.